ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു കട്ടത്തൈര് ഉണ്ടാക്കുന്ന രീതിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. കട്ടത്തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം പാൽ നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ പാട കെട്ടാതെ നന്നായി ഇളക്കി വേണം ഇത് നന്നായി കാച്ചിയെടുക്കാൻ. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ തിളച്ച് വന്നാൽ അത് ഓഫാക്കി കുറച്ച് സമയം തണുക്കാൻ അനുവദിക്കണം. ഒരു ആവറേജ് ചൂട് നമ്മുടെ വിരൽ വെച്ചാൽ ഒരു ഇളം ചൂടുണ്ടാവുന്ന പാകത്തിന് നമുക്കെടുത്ത് ഒരു ബൗളിലേക്കാക്കി ഞാനൊരു 3 ബൗളിലേക്കാക്കിയിട്ട് തൈരുണ്ടാക്കാൻ വയ്ക്കുന്നത്. ഇതിൽ 1 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് പിറ്റേ ദിവസം നമുക്കത് നോക്കാം. ഇതേപോലെ ഞാൻ വേറെ 2 ബൗളുകളിലേക്കും ഇളം ചൂടുള്ള പാല് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കും നമുക്ക് തൈര് ഒഴിച്ചു വെക്കാം. ഇത് മൂടി വെച്ച് നമുക്ക് ഒരു കാസറോളിനകത്ത് കുക്കറിനകത്തോ ഇറക്കി വെക്കാം. ഈ ബൗളുകളിലും ഇതേപോലെ ഓരോ ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത് വല്ലാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നടുക്കങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. മൂന്നാമത്തെ ഈ ബൗളിലും ഞാനിത് ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തൈര്. ഇത് 3ഉം നമുക്ക് പിറ്റേ ദിവസം എടുത്ത് നോക്കാം. പിറ്റേ ദിവസത്തേക്ക് ഇതാ ആദ്യത്തെ ബൗളിൽ നല്ല കട്ടത്തൈര് കിട്ടിയിട്ടുണ്ട്. ഹോം മെയ്ഡ് തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഇതുമാതിരി നല്ല കട്ടത്തൈര് ഉണ്ടാക്കാൻ നല്ല സ്വാദിഷ്ടമായ തൈര് ഈ ചൂട് കാലത്ത് നമുക്ക് എന്നും തൈര് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ മറ്റേ ബൗളുകളിലത്തെയും നന്നായി കട്ട തൈരായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ബൗളിലത്തെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്വാദിഷ്ടമായ പാക്കറ്റ് പാലല്ല, ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല ക്രീമിയായ പാലാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ തൈര് ഉണ്ടാക്കി സ്വാദിഷ്ടമായ തൈര് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നോക്കുക. ഈ ഉഷ്ണകാലത്ത് നല്ല കട്ടത്തൈര് കൂട്ടി ഫുഡ് കഴിക്കുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ കട്ടത്തൈരുണ്ടാക്കുന്ന രീതി ഇതേപോലെ കണ്ടുവല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ.